കൊല്ലം സുധി എന്ന കലാകാരൻ്റെ വിയോഗത്തോടെ ഏറെ അനുഭാവത്തോടെ മലയാളികൾ കണ്ടിരുന്ന വ്യക്തിയാണ് രേണു സുധി. എന്നാൽ ഇപ്പോൾ അവരെക്കുറിച്ച് പുറത്തുവരുന്ന ചില വാർത്തകളും സ്ക്രീൻഷോട്ടുകളും എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് നമുക്ക് നോക്കാം. സഫീന ബീവി എന്ന വ്യക്തിയാണ് രേണുവിൻ്റേതെന്ന പേരിൽ ചില ചാറ്റുകൾ പുറത്തുവിട്ടത്. രേണു ഒരു വിദേശ മലയാളിയുമായി പണത്തിന് വേണ്ടി നേരിട്ട് കാണാൻ സമ്മതിക്കുന്നു എന്ന തരത്തിലാണ് ഈ ചാറ്റുകൾ. ഇത് സത്യമാണോ അതോ വ്യാജമായി നിർമ്മിച്ചതാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നു. എങ്കിലും സാമൂഹ്യ മാധ്യമത്തിൽ ഇത് വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. സഫീന ബീവി പറയുന്നത് ഇതിലും വലിയ തെളിവുകൾ തൻ്റെ കൈവശം ഉണ്ടെന്നാണ്. രേണു അടുത്തിടെ തുടങ്ങിയ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ മോഡലാണ് മറ്റൊരു പ്രധാന ചർച്ചാ വിഷയം. പണം നൽകി സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം ചില പ്രത്യേക വീഡിയോകളും ഫോട്ടോകളും നൽകുന്നു എന്നതായിരുന്നു. ഇതിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. മുൻപ് ഹനാൻ ഉൾപ്പെടെയുള്ളവർ രേണുവിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോൾ വീണ്ടും ചർച്ചയാകാൻ ഇതും ഒരു കാരണമായി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. സാമൂഹ്യ മാധ്യമത്തിൽ ഇത്തരം സബ്സ്ക്രിപ്ഷനുകളുടെ പേരിൽ വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. പലപ്പോഴും സെലിബ്രിറ്റികളുടെ പേരിൽ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി പണം തട്ടുന്നവരുണ്ട്. ചിലർ AI ഉപയോഗിച്ച് നിർമ്മിച്ച ഫോട്ടോകൾ കാണിച്ച് ആളുകളെ പറ്റിക്കുന്നു. പണം നൽകി ഇത്തരം കെണിയിൽ വീഴുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. രേണു സുധിയുടെ കാര്യത്തിലും ഇത്തരം ഒരു വ്യാജ പ്രചാരണം നടക്കാൻ സാധ്യതയില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കൊല്ലം സുധിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് മലയാളി പ്രേക്ഷകർ രേണുവിനെ സ്വീകരിച്ചത്. എന്നാൽ ആ സ്നേഹത്തെ മുതലെടുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ അത് പലരെയും വേദനിപ്പിക്കുന്നുണ്ട്. രേണുവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. എന്നാൽ കൃത്യമായ തെളിവുകളില്ലാതെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നത് ശരിയാണോ എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. സോഷ്യൽ മീഡിയ എന്നത് പലപ്പോഴും കാണുന്നത് പോലെയല്ല. ഓരോ വാർത്തയും വിശ്വസിക്കുന്നതിന് മുമ്പ് അതിൻ്റെ സത്യാവസ്ഥ പരിശോധിക്കാൻ നമ്മൾ ശ്രമിക്കണം. രേണു സുധിക്കെതിരെയുള്ള ഈ ആരോപണങ്ങളിൽ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.